ഹായ് ഹലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 21 ഡേയ്സിന്റെ ഹെയർ കെയർ ചാലഞ്ച് ചെയ്താലോ എന്ന് ചോദിക്കാനാണ്. അപ്പൊ ഞാൻ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുന്നുണ്ട് 21 ദിവസത്തേക്ക്. നമ്മുടെ മുടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാം എന്നുള്ളതും. എന്റെ ഹെയർ നല്ല രീതിക്ക് കൊഴിഞ്ഞു പോകാറുണ്ട്. കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയാക്കിയാൽ തന്നെ എന്റെ കയ്യിൽ കുറച്ച് ഹെയർസ് വരും. ഇപ്പൊ ഞാൻ ആക്കിയാലും വരും. അപ്പോൾ പക്ഷെ ഇപ്പോഴില്ലേ, ഞാൻ മുന്നേ തലമുടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോൾ ചെയ്യുമ്പോഴും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് മുടികളുടെ പൊടിയുന്നതിന്റെ എണ്ണം കുറവുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മുടി ചെറുതായിട്ട് നീളം വെക്കുന്നുണ്ട്. ഒരു ബേബി ഹെയർസ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഞാനൊരു ലിക്വിഡ് പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കാണണം കേട്ടോ. അപ്പം 21 ദിവസത്തെ ചാലഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചും ചെയ്യുന്നുണ്ട് 21 ദിവസത്തേക്ക് തന്നെയാണ്. അപ്പം ആക്ച്വലി മെയിൻലി വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ കൂടെ തന്നെ നമുക്ക് ഹെയർ കെയർ ചെയ്യണം എന്നുള്ള താല്പര്യം കൂടെ വന്നതുകൊണ്ടാണ് 21 ദിവസത്തേക്ക് ചാലഞ്ച് പോലെ ചെയ്യുന്നത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ ഫുഡുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് പോലെ നമുക്ക് എന്താ പറയാ, തലയിൽ എണ്ണ തേക്കുക, താളി തേക്കുക, ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹെയർ കെയറിലും ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ രണ്ട് കാര്യം, അതായത് വെയിറ്റ് ലോസും നമ്മുടെ ഹെയർ കെയറും 21 ദിവസത്തെ ചാലഞ്ച് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള, പിന്നെ പേഴ്സണലി ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ 21 ഡേയ്സിന്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ, അതായത് ഫെബ്രുവരി 4-ാം തീയതി മുതലാണ്. അപ്പം എനിക്കിതിന്റെ മെയിൻ ആയിട്ട് ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. അപ്പം ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇക്കൊല്ലെങ്കിലും എനിക്ക് ഇടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പറയാ, ആ ഡ്രസ്സിൽ എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള എന്റെ ഒരു അവസ്ഥയിൽ ഞാൻ ആ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ട് അല്ല. അപ്പൊ കുറച്ചൊന്ന് സെറ്റ് ആവണം എന്നുള്ളത് കൊണ്ടാണ് ഈ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിന് മുന്നേ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 21 ഡേയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആര്യ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇതിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലും ആ പേരൊന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പം എന്താ പറയാ, ഈ ആര്യ എന്ന് പറയുന്ന ആ ആള് എന്താ പറയാ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോ എന്താ പറയാ, ആ ആളുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ മോട്ടിവേറ്റ് ആയി ഞാൻ അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തതാണ് കേട്ടോ. അവരുടെ സെയിം വീഡിയോ കണ്ടിട്ട് വർക്കൗട്ടൊക്കെ അവരുടെ വർക്കൗട്ട് ചെയ്യാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് 1-2 ദിവസം അങ്ങനെയൊക്കെ ആഴ്ചയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ട്. പക്ഷെ എനിക്ക് എക്സാക്ട് കാണിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എന്റെ വെയിറ്റ് നോക്കുന്ന മെഷീൻ കംപ്ലൈന്റ് ആയി. അപ്പം വെയിറ്റ് നോക്കുന്ന മെഷീനിൽ 17 kg ഉള്ള ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോൾ 100 kg ഉള്ള സാധനമായിട്ടാണ് കാണിക്കുന്നത്. അത്രയും ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ഏറെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഞാൻ 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലാസ്റ്റുള്ള അപ്ഡേറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് എന്താ പറയാ അത്യാവശ്യം മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇട്ടിരുന്നത് പോലല്ല, ഇച്ചിരി ലൂസ് ഒക്കെ ആയിട്ടുണ്ട് ഡ്രസ്സ്. അപ്പൊ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് മെഷീൻ എങ്ങനെ എനിക്ക് റെഡിയാക്കാൻ പറ്റുന്ന അറിയത്തില്ല. അതിൽ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ മാറി കാണിക്കുന്നത് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എങ്ങനെ ശരിയാക്കാന്നുള്ളത്. പിന്നെ എവിടെയെങ്കിലും കൊടുത്ത് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് മെഷീൻ മേടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പറഞ്ഞു തന്നത്, ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിന്റെ ഒരു ഫോട്ടോയും, ജസ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫോട്ടോയും, അങ്ങനെ പിന്നെ 14 ദിവസം ആകുമ്പോൾ ഒരു ഫോട്ടോ, പിന്നെ 21 ദിവസം ആകുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ, അങ്ങനെയാണ് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ ഇഞ്ച് കുറയാറുണ്ട് എന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻലി നമ്മൾ ഹോംലി ഫുഡൊക്കെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കുടിക്കുന്നു, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് വെയിറ്റ് ഇത്രയാണ് കാണിക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ അവരുടെ ആ വീഡിയോയിന്റെ അണ്ടറിൽ പോയിട്ട് എനിക്ക് ഇത്ര kg റെഡ്യൂസ് ആയി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും 3 kg പ്ലസ് ഞാൻ റെഡ്യൂസ് ആയി എന്ന് എനിക്കറിയാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ നമുക്ക് 21 ഡേയ്സ് നമുക്ക് ചലഞ്ച് ചെയ്യാം. ചെയ്തിട്ട് എന്താ പറയാ, റിസൾട്ട് നമുക്ക് ഇവിടെ തന്നെ അറിയാം. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അതിന്റെ കൂടെ തന്നെ മറക്കണ്ട ഹെയർ കെയർ ചാലഞ്ച് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയാ, അവരെയും കൂടി പങ്കെടുപ്പിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. 1-2 ആഴ്ച കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ അയ്യോ എന്തിനാ വെറുതെ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ ആര്യ എന്ന് പറയുന്ന അവരുടെ വീഡിയോ, ഓരോ മോട്ടിവേഷൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത് തന്നെ. അപ്പം സ്വന്തമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ വേണ്ട എന്നൊക്കെ ഉള്ളൊരു തിങ്ക് ഒക്കെ വരും. അങ്ങനെ ഒരാളായിട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ഒരു തോട്ട് വരുന്നത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ശരി, ആ ഒരാളെ വെച്ചിട്ട്, അതായത് ആ ഒരാളുണ്ടെങ്കിൽ തന്നെ എനിക്കതൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും പരസ്പരം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പൊ നമ്മൾ ഇനിയെല്ലാം, അതായത് നമ്മുടെ Day 1 to Day 21 വരെയുള്ള വീഡിയോസ് ഷോർട്സ് ആയിട്ടും പിന്നെ ലാസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
അപ്പൊ ഹെയർ കെയർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ചാനലിൽ പങ്കെടുക്കാം. എനിക്ക് നിങ്ങളാണ് സപ്പോർട്ട്, നിങ്ങൾക്ക് ഞാനാണ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കമന്റിൽ ചോദിച്ചാൽ മതി. എന്നെ കൊണ്ട് കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർത്തരുന്നതാണ്. അപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇനി നാളെ നമുക്ക് അടുത്ത് നമ്മുടെ ചാനലിലോട്ട് പോയിട്ടുള്ള ഓരോ ഷോർട്സ് ആയിട്ട് കാണാം. അപ്പൊ ഹെയർ കെയറിന്റെ വീഡിയോസ് നാളെ മുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പൊ ഹെയർ കെയർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ വെയിറ്റ് ലോസിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, എന്തൊക്കെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ചാലഞ്ച് അക്സെപ്റ്റ് എന്നുള്ള ഒരു കമന്റ് ഇതിനോ അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങുന്ന വീഡിയോസിന്റെ അണ്ടറിലോ പോസ്റ്റ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ചാലഞ്ച് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും നിങ്ങൾക്കായി ഞാൻ ചെയ്യുന്നതാണ്, നമ്മൾക്കായി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു.